പെസഹ വേഴം, മോണ്ടി തേഴ്സ്ഡേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ മോണ്ടി തേഴ്സ്ഡേ, മലയാളത്തിൽ പെസഹ വേഴം. മോണ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം കൽപ്പനകൾ വിശുദ്ധീകരിക്കുക, ഇങ്ങനെയൊക്കെയാണ്. കൽപ്പനകളെ വിശുദ്ധീകരിക്കുന്ന ദിനം, പുതിയ കൽപ്പനകളെ വിശുദ്ധീകരിച്ച് നൽകിയ ദിനം മോണ്ടി തേഴ്സ്ഡേ. പെസഹ വ്യാഴാഴ്ച വലിയ കൽപ്പന യേശു നൽകുന്നു. ഏതായിരുന്നു ആ കൽപ്പന? നമുക്കറിയാം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ എങ്ങനെയാണ് സ്നേഹിച്ചത്? കുർബാനയുടെ സമയത്ത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്ത്. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ. ഒറ്റിക്കൊടുക്കപ്പെട്ട എന്ന ആ വാക്ക് പാരാദോസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഒറ്റിക്കൊടുക്കുക. മറ്റൊരർത്ഥം കൂടിയുണ്ട്, കൈ ഒഴിയുക, കൈ വെടിയുക. അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഒപ്പം നടന്ന്, കൂടെ നടന്ന്, ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത് തന്നെ തന്നെ കൈയൊഴിഞ്ഞ യൂദാസ്. ആ യൂദാസിന് ഈശോ സ്വയം കൈവെടിഞ്ഞ് നൽകുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, കൂടെ നടന്നിട്ട് ഒറ്റിക്കൊടുത്ത്, ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത് ഗുരുവിനെ കൈയൊഴിഞ്ഞ യുദാസിന് ഗുരു തന്നെ കൈവെടിഞ്ഞ് നൽകുന്നു. നീ എന്നെ കൈയൊഴിഞ്ഞെങ്കിൽ ഞാനിതാ എന്നെ തന്നെ കൈയൊഴിയുന്നു. ഇതാണ് ഈശോ പഠിപ്പിക്കുന്ന സ്നേഹം. നീ എന്നെ കൈയൊഴിഞ്ഞു, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലോ നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി കൈയൊഴിഞ്ഞു നൽകുന്നു. ഈ സ്നേഹം അനുദിന ജീവിതത്തിൽ കൂടെ നടക്കുന്ന മനുഷ്യരെ പുഞ്ചിരിച്ചുകൊണ്ട്, സ്നേഹം അഭിനയിച്ചുകൊണ്ട് നമ്മളെ കൈയൊഴിയുമ്പോൾ അത് മനസ്സിലാക്കി നമ്മളെ തന്നെ അവർക്കായി കൈവെടിഞ്ഞു കൊടുക്കാൻ ഈശോ പ്രേരിപ്പിക്കുന്ന, ഈശോ ഉറക്കെ വിളിച്ചു പറയുന്ന ദിനമാണ് മോണ്ടി തേഴ്സ്ഡേ. ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികൾ ഈ മോണ്ടി തേഴ്സ്ഡേ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ വാക്കാണ് അവർ പ്രഘോഷിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നമ്മളെ കൈവെടിയുന്നവർക്ക് സ്വയം നമ്മളെ തന്നെ കൈവെടിഞ്ഞ് നൽകാൻ ഏവർക്കും സാധിക്കട്ടെ. അതിന് ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Dios